ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ഒരു അടിപൊളി പച്ചക്കറി മാർക്കറ്റ് കാണിച്ചു തരാം. നമ്മൾ പെണ്ണുങ്ങൾക്ക് പച്ചക്കറി ആണെങ്കിലും വീട്ടു സാധനങ്ങളാണെങ്കിലും വളരെ കുറഞ്ഞിട്ട് എവിടെ കിട്ടണം അവിടെ നമ്മളുണ്ടാവും അല്ലേ. അതുപോലെ ഒരു മാർക്കറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 10 രൂപ 15 രൂപക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും, പച്ചക്കറി മേടിക്കാൻ പറ്റും. ഒരു 100 രൂപ 150 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു മാസത്തേക്കുള്ള പച്ചക്കറി സുഖമായിട്ട് മേടിക്കാം കേട്ടോ. വൈകുന്നേരം ആണെങ്കിൽ കിടക്കുമ്പോൾ നമ്മൾ കൂടുതലായി സ്ത്രീകൾ ആലോചിക്കുന്നൊരു കാര്യമാണ്, നാളെ എന്താ കറി വെക്കുക, നാളെ എന്താ ചോറിന് ഉപ്പേരി വെക്കുക, അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ആലോചിക്കുന്ന ആൾക്കാരാണ് മിക്ക വീട്ടിലെ സ്ത്രീകളും. അപ്പോൾ ഈ തമിഴ്നാട് ഭാഗത്തൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ പച്ചക്കറി മാർക്കറ്റ് കണ്ടിട്ടൊന്ന് കയറി നോക്കൊണ്ടു. കണ്ടാൽ നമുക്ക് എന്തായാലും നമ്മളൊരു 100 രൂപയ്ക്ക് സാധനം മേടിക്കാതെ നമുക്ക് പോരാൻ തോന്നില്ല. കാരണം അത്രയും വിലക്കുറവിൽ കിട്ടുന്ന മാർക്കറ്റുകൾ, ഒരുപാട് മാർക്കറ്റുകളുണ്ട്. എല്ലാ ടൗണിൽ കൂടി ഉണ്ടാവും ഇങ്ങനത്തെ കുറച്ച് മാർക്കറ്റുകൾ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി കുറഞ്ഞ വിലക്ക് കിട്ടും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്ത് കൂടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതായത് തമിഴ്നാട് ഭാഗത്ത് കൂടെയൊക്കെ ബിസിനസ് ആവശ്യങ്ങളോ ഹോസ്പിറ്റൽ ആവശ്യങ്ങളോ ഒക്കെ ആയിട്ട് പല ആൾക്കാരും വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒക്കെ തമിഴ്നാട് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുകൊണ്ട് എല്ലാവരും മിക്ക ആളുകളും തമിഴ്നാട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാക്കാരം. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ മാർക്കറ്റുകളൊക്കെ ഒന്ന് കണ്ടു നോക്കൊണ്ടു. വിഷം അടിച്ച പച്ചക്കറിയാണോ വിഷം അടിക്കാത്തതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ട നല്ല അടിപൊളി ഫ്രഷ് വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ നാട്ടിലും വരുന്നത്. അപ്പോൾ എന്തായാലും കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ നമുക്കൊക്കെ വീടുകൾക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ കുറച്ച് മേടിച്ച് വെക്കാം. ഇപ്പം നമുക്ക് ഇനി നോമ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നോമ്പിന് എന്തായാലും വലിയുള്ളി ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല വൈകുന്നേരത്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മക്കളെ. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.